കാനനപാതയിലൂടെ തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടാത്തതിൽ പ്രതിഷേധം. അഴുതാക്കടവിൽ തീർത്ഥാടക റോഡ് ഉപരോധിക്കുന്നു. ശബരിമല നട അടച്ചതിനെ തുടർന്നായിരുന്നു കാനനപാതയും അടച്ചത്. ഇനി നട തുറക്കുന്ന 30-ന് രാവിലെ 7-ന് മാത്രമേ കാനനപാതയും തുറക്കൂ എന്നാണ് അധികൃതരുടെ വിശദീകരണം. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്താണ് വിശദാംശങ്ങൾ? അതിൽ ശബരിമല നട മണ്ഡല പൂജകൾ പൂർത്തിയാക്കിയതിനു ശേഷം അടച്ചതോടുകൂടി കാനനപാതയും അടച്ചിരുന്നു. ഇപ്പോൾ കാനനപാത വഴി കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചില ഭക്തർ ആവശ്യമുന്നയിച്ചത്. ഭക്തർ കൂട്ടമായി എത്തി ഇതുവഴി കടത്തിവിടാത്തതിനെ തുടർന്ന് വനപാലകർ ഇവരെ തടഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. ഇത്തരത്തിൽ അഴുതാക്കടവിൽ റോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ പ്രതിഷേധിക്കുന്നത്. പ്രധാനമായും വനംവകുപ്പ് നൽകുന്ന വിശദീകരണം, ഇനി 30-ാം തീയതി, അതായത് ഇനി മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി നട തുറക്കുന്ന 30-ാം തീയതിയോടുകൂടി മാത്രമേ കാനനപാതയിൽ തുറക്കുകയുള്ളൂ. 30-ാം തീയതി രാവിലെ 7 മണി മുതലാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കാരണം ഈ ഇടത്താവളങ്ങളിൽ, അതായത് കാനനപാതയുടെ ഇടത്താവളങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കേണ്ട കടകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇനി ഇത്തരത്തിൽ മകരവിളക്ക് ഉത്സവം തുടങ്ങുമ്പോൾ മാത്രമേ ഈ കടകളെല്ലാം തന്നെ സജീവമാകൂ. അതുകൊണ്ട് തന്നെ കാനനപാതയ്ക്കകത്ത് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല, വന്യമൃഗശല്യങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇനി നട തുറക്കുന്നതിനോടനുബന്ധിച്ച് മാത്രമേ കാനനപാതയിൽ തുറക്കുള്ളൂ എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ ഈ അഴുതക്കടവിന് തൊട്ടടുത്തുള്ള റോഡ് ഉപരോധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഉപരോധം ഇപ്പോൾ അവിടെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 200-ഓളം ഭക്തരാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. കാനനപാതയിലൂടെ കടത്തിവിടാത്തതിൽ അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.